ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ചെയ്യാൻ പോണത് ഒരു മുട്ട അവിയലാണ്. മുട്ട അവിയൽ വയ്ക്കാനായിട്ട് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. മുരിങ്ങക്ക ഒരെണ്ണം മുറിച്ച് വെച്ചിരിക്കുന്നു. ഉരുളക്കിഴങ്ങ്, സവാള, പച്ചമുളക് ഇതാണ്. അപ്പം സവാളയും ഉരുളക്കിഴങ്ങും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. മുട്ട നമുക്ക് പുഴുങ്ങാൻ വയ്ക്കാം. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ടാൽ മുട്ട പുഴുങ്ങുന്നത്, അല്ലെങ്കിൽ തോട് അടുപ്പ് കത്തിച്ച് മുട്ട റെഡിയായി വരുമ്പോൾ ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. മുട്ട അവിയൽ വയ്ക്കാനുള്ള സാധനങ്ങളാണ് ഞാൻ എല്ലാം അരിഞ്ഞെടുത്ത് കണ്ടില്ലേ. ഉരുളക്കിഴങ്ങ് കണ്ട ഇങ്ങനെ നീളത്തിലാണ് അരിയണത്. നീളത്തിൽ അവിയലല്ലേ, അപ്പോൾ നമുക്ക് എല്ലാം കൂടിയിട്ട് വേവിക്കും. സവാള ഇട്ട്, ഉരുളക്കിഴങ്ങിട്ട്, മുരിങ്ങക്കായ്, ഒരു 3 പച്ചമുളക് ഞാൻ നെടുകെ പിളർന്നിട്ടിട്ടുണ്ട്. എന്നിട്ട് അത് വേകുന്നതിനുള്ള വെള്ളം അത്ര വെച്ചാൽ നമുക്ക് അടുപ്പിലോട്ട് വെച്ചിട്ട് അതിൽ ഉപ്പിടാം. ഉപ്പ് ഇപ്പോഴേ ഇടാം, കുറച്ചിട്ടാൽ മതി, കൂടിപ്പോകും. അപ്പോൾ അല്പം മഞ്ഞപ്പൊടി മതി. എന്നിട്ട് നമുക്ക് ഇളക്കാം. വേകട്ടെ. നമുക്ക് അവിയലിനെ അരയ്ക്കാം. അരയ്ക്കാനുള്ളതാണ് തേങ്ങ, കറിവേപ്പില ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇല എടുത്ത് വെച്ചിരിക്കുന്നു. 3 ചെറിയ പച്ചമുളക് അതിൽ ഇട്ടിട്ടുണ്ട്, എന്നാലും അരയ്ക്കാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ജീരകം, വേണമെങ്കിൽ വെളുത്തുള്ളിയും ഇടാം. ഞാനിപ്പോൾ വെളുത്തുള്ളി ഇട്ട് അരയ്ക്കുന്നില്ല. ജീരകം എടുത്തിട്ടുണ്ട്, നമുക്കൊരു ജാറിലോട്ട് ഇടാം. ശകലം വെള്ളം ഒഴിച്ചരയ്ക്കാം. ഇതാണ് അരപ്പ്. ഇങ്ങനെ ഇരിക്കണം അരപ്പ്, കണ്ടില്ലേ. നല്ലപോലെ അരയാനും പാടില്ല, എന്നാൽ ചതഞ്ഞതുമല്ല, കുറച്ചും കൂടി ഒന്ന് അരിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കും. ഇനി നമുക്ക് നോക്കാം, വെന്താന്ന് നോക്കാം. കുറച്ചുകൂടി വേകാനുണ്ട്, മുരിങ്ങാക്കോല് വേവാനുണ്ട്. വേകട്ടെ, പിന്നെ എടുക്കാം. നമുക്ക് വെന്താന്ന് നോക്കാം. വെന്തു. നമുക്ക് അരപ്പിട്ടു കൊടുക്കാം. ഇളക്കി ഇട്ട് കൊടുക്കും.
കരിവേപ്പില ഞാൻ അരച്ചിട്ടുണ്ട്, എന്നാലും അതുപോലെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അവിയലല്ലേ, കറിവേപ്പില കൂടുതൽ കിടന്നാലും നല്ലതാണ്. ഉപ്പ് കുറവാണ്, ശകലം കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഉപ്പെല്ലാം ഒന്ന് പിടിക്കട്ടെ. പിടിച്ചതിന് ശേഷം മുട്ട ഇടാം. അത് നമുക്ക് നോക്കാം. മുട്ട ഞാൻ പുഴുങ്ങിയതാണ്. ഇങ്ങനെ മുറിച്ച് പിളർന്നാണ് വെച്ചേക്കുന്നത്, കണ്ടില്ലേ? ഇങ്ങനെയാണ് നമ്മൾ മുട്ട അവിയലിന് മുട്ട ഇടുന്നത്. അതായത് ഒരു മുട്ടയെ നമ്മൾ 4ആയിട്ട് എടുക്കും. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഇടാം. എന്നിട്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് മുട്ട ഉടയാതെ പതുക്കെ ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കണം. ഇങ്ങനെ കണ്ടില്ലേ? ഇങ്ങനെ ഇതിൽ കൂടെ മിക്സ് ആക്കണം. മിക്സ് ആക്കുമ്പോൾ അതിൻ്റെ അരപ്പും ഉപ്പും എല്ലാം ഈ മുട്ടയിൽ പിടിക്കും. കണ്ടില്ലേ? ഇങ്ങനെയാണ് മുട്ട അവിയൽ. ഞങ്ങളിങ്ങനെയാണ് മുട്ട അവിയൽ വയ്ക്കണത്. വേറെ ഏതെങ്കിലും രീതിയിൽ വയ്ക്കുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ വയ്ക്കുമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് കമൻ്റ് ഇട്ടിരുന്നാലും മതി. അപ്പോൾ എനിക്കും കൂടെ കണ്ടു പഠിക്കാമല്ലോ. ഞാൻ ഈ രീതിയിലാണ് മുട്ട അവിയൽ വയ്ക്കുന്നത്. ഒരു 5 മിനിറ്റ്, ഒരു 2 മിനിറ്റ് അങ്ങനെ ഇരുന്നാൽ മതിയോ? ഒന്ന് പിടിക്കട്ടെ. ഇനി നമുക്ക് നോക്കാം റെഡിയായാന്ന്. ആഹോ, അടിപൊളി. എന്താ കണ്ടില്ലേ? മുട്ട അവിയൽ റെഡി. ഇനി തീ അങ്ങ് ഓഫാക്കാം. ശകലം വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിക്കാം, വേണമെന്നുള്ളവർക്ക് ഒഴിക്കാം. ഞാനിപ്പം വെളിച്ചെണ്ണ ഒഴിക്കാതെ എടുക്കാം. നമ്മൾ അവിയൽ ഒഴിക്കുമ്പോൾ സാധാരണ വാങ്ങുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുമല്ലോ, വേണമെങ്കിൽ ഒഴിക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാതെയാണ്. എണ്ണ ഇവിടെ ആർക്കും പോരാ, അതുകൊണ്ട് വേണമെന്നുള്ളവർക്ക് ഒഴിക്കാം. ഇതാണ് മുട്ട അവിയൽ. ഇതേപോലെ എല്ലാവരും ഒന്ന് മുട്ട അവിയൽ വച്ച് നോക്കണം. എന്നിട്ട് എന്താണ് രുചിയുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ കൊള്ളാം. അതുപോലെ ഞാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി നാളെ ഞാൻ വരാം. ബൈ.